ശ്രീശങ്കര ദർശനം വെബിനാർ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇവിടേക്ക് എത്തുന്നത് നമ്മുടെ ഒരു പണ്ഡിതാചാര്യൻ പണ്ഡിതരത്നം പ്രൊഫസർ പി.കെ. മാധവൻ അവറുകളാണ്. പക്ഷെ നമുക്കറിയാം ഒരു അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിത്വമാണെന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷ ഗോശാല ഹേമ ശിവപ്രസാദ്, ആശംസ അർപ്പിക്കാനെത്തിയ ഗിരിജ പ്രകാശ് അത്തിമൺ എന്നിവരെയും നമ്മുടെ വിശിഷ്ടാതിഥി ഇന്നത്തെ വിശിഷ്ടാതിഥി പണ്ഡിതരത്നം പ്രൊഫസർ പി.കെ. മാധവൻ അവരെ പരിചയപ്പെടുത്തുക എന്നതാണ് എൻ്റെ കർത്തവ്യം. MA, PhD, DLit, സംസ്കൃത പണ്ഡിതൻ, കവി, എഴുത്തുകാരൻ, അങ്ങനെ ഒരു നീണ്ട എന്താ പറയാ അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾക്ക് അദ്ദേഹം അർഹനാണ്. ഇപ്പോ വേദഗുരുകുലം കാറൽമണ്ണയുടെ കുലപതിയാണ്. സദനം കഥകളി ആൻഡ് ക്ലാസിക്കൽ ആർട്സ് അക്കാദമി പേരൂർ പാലക്കാട് അവിടുത്തെ ചെയർമാനാണ്. ഇതിനു മുൻപ് അദ്ദേഹം ഗവൺമെന്റ് കോളേജ് ചാലക്കുടിയിലെ പ്രിൻസിപ്പാളായിരുന്നു. പിന്നെ വിക്ടോറിയ കോളേജ് പാലക്കാടിലെ സംസ്കൃതം മേധാവിയായിരുന്നു, വകുപ്പ് മേധാവിയായിരുന്നു. മാനേജിംഗ് കമ്മിറ്റി ആദർശ സംസ്കൃത വിദ്യാപീഠം ചെയർമാനായിരുന്നു. പിന്നെ സെൻട്രൽ സംസ്കൃത യൂണിവേഴ്സിറ്റി ന്യൂഡൽഹിയുമായി അഫിലിയേറ്റ് ചെയ്ത ഒരു ബിരുദാനന്തര സംസ്കൃത കോളേജ് അംഗം. പിന്നെ NCTE നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഭാരത സർക്കാർ ദേശീയ അധ്യക്ഷൻ, വിദ്യാഭാരതി അഖിൽ ഭാരതീയ ശിക്ഷാ സംസ്ഥാൻ ന്യൂഡൽഹി അധ്യക്ഷൻ, സംസ്കൃത ഭാരതി ദക്ഷിണ ക്ഷേത്ര അധ്യക്ഷൻ, വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം കേരള സംസ്ഥാനം അധ്യക്ഷൻ, ഭാരതീയ വിദ്യാനികേതൻ കേരള സംസ്ഥാനം ജനറൽ സെക്രട്ടറി, അഖില കേരള സംസ്കൃത പ്രേമി സംഘം കേരളം തുടങ്ങിയ പുരസ്കാരങ്ങളും ബഹുമതികളും ആ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പിന്നെ DLit വിദ്യാവാചസ്പതി സെൻട്രൽ സംസ്കൃത യൂണിവേഴ്സിറ്റി ന്യൂഡൽഹിയിൽ നിന്നായിരുന്നു. പണ്ഡിതരത്നം പുരസ്കാരവും പദവിയും വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനത്തിൽ നിന്ന്. ആഗമാനന്ദ പുരസ്കാരം ആഗമാനന്ദ സ്വാമി സ്മാരക സമിതി കാലടിയിൽ നിന്ന്. ഡോക്ടർ ഗോപാലകൃഷ്ണൻ പുരസ്കാരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിൽ നിന്ന്. സുഹൃത സ്മൃതി പുരസ്കാരം സാന്ദീപനി സാധനാലയ പാലക്കാട് തുടങ്ങിയ ഒട്ടനവധി പുരസ്കാരങ്ങളും അനവധി ബഹുമതികളും വഹിച്ച അദ്ദേഹത്തിനെ ഈ ഇന്നത്തെ യോഗത്തിലേക്ക് വിശിഷ്ട അതിഥിയായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം മറ്റ് എല്ലാവരെയും ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ ഗിരിജ പ്രകാശ് അത്തിമാൻ. വൈശാഖ മാസ ആചരണത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന ഈ സത്സംഗത്തിലെ ശ്രീ ശങ്കര ദർശനം എന്ന പരിപാടിയിൽ വിവിധ ആധ്യാത്മിക വിഷയങ്ങളെ ആസ്പദമാക്കി പ്രമുഖ വ്യക്തികളുടെ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ. ആത്മീയമായ ഉയർച്ചയ്ക്ക് വളരെ സഹായകമാണ് ഈ പ്രഭാഷണങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ചും ഈ വൈശാഖ മാസത്തിൽ. ഇന്നത്തെ പ്രഭാഷണം അന്തർജന സഭയുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. ശങ്കര ദർശനത്തിലേക്ക് അഗാധ ജ്ഞാനമുള്ള പണ്ഡിതന്മാരെ കണ്ടെത്തി വിഷയാവതരണം നടത്തുന്ന TVSRCക്ക് പ്രത്യേകം ആശംസ അറിയിക്കുന്നു. ഇതിനെല്ലാം ആദ്യാവസാനം പ്രവർത്തിക്കുന്ന ശ്രീരാമേട്ടനും സഹപ്രവർത്തകർക്കും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നതിനായി വീണ്ടും ആശംസകൾ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാഷണം നടത്തിയ ഡോക്ടർ P.K. മാധവൻ സാറിന്റെ പ്രഭാഷണം, അതിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വളരെ വിജ്ഞാനപ്രദമായിരിക്കും എന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ച് പുതിയ അറിവ് സ്വീകരിക്കാനായി ഞങ്ങൾ എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ ഒരുക്കുവാൻ TVSRCക്കും അവതരിപ്പിക്കുവാൻ മാധവൻ സാറിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു അടുത്തി. അപ്പൊ നമുക്ക് പ്രഭാഷണത്തിലേക്ക് പോകാം. അതിനുവേണ്ടി വിശിഷ്ടാതിഥി
പണ്ഡിതരത്നം പ്രൊഫസർ പി കെ മാധവൻ അവരുകളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് തുടങ്ങാം പരിപാടി. കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം നിജ തപഫലാഭ്യാം ഭക്തേഷു പ്രകടിത ഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാമസ്തോക ത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. വൈശാഖ പുണ്യകാലത്ത്, അതിലും വിശേഷിച്ച് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പാവനമായ ഈ പ്രത്യേക സന്ദർഭത്തില് ജഗദ്ഗുരുവിനെയും അദ്ദേഹത്തിന്റെ സംഭാവനകളെയും കേരളീയ പശ്ചാത്തലത്തെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് നടത്തുന്ന ഈ പ്രത്യേക പ്രഭാഷണ പരമ്പരയ്ക്ക് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ എല്ലാ ഭാരവാഹികളെയും ആദ്യമായിട്ട് അഭിനന്ദിക്കട്ടെ. ഇന്നത്തെ ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സാദര നമസ്കാരം. വൈശാഖ മാസം വളരെ പുണ്യപ്രദമായിട്ടുള്ളതാണെന്ന് നമ്മുടെ പുരാണങ്ങളും പൂർവാചാര്യന്മാരും ഉദ്ഘോഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ, ഈ പ്രത്യേക സന്ദർഭത്തിൽ നിരവധി ജ്ഞാന പ്രധാനങ്ങളായ കാര്യങ്ങളും ഭക്തിപ്രധാനങ്ങളായ കാര്യങ്ങളും അതുപോലെ പൂജാതി കർമ്മങ്ങളും ഏറെ ശ്രദ്ധാഭക്തികളോട് കൂടിയിട്ട് എല്ലായിടത്തും നടക്കും. പുതിയ കാലഘട്ടത്തിൽ പുതിയ സൗകര്യങ്ങൾ വേണ്ടത്ര പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതുമാതിരിയുള്ള വെബിനാറുകൾ നടത്താൻ സാധിക്കുന്നത് നമ്മുടെ ഒരു സൗഭാഗ്യമാണ്. പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർക്കും പല കാര്യങ്ങളിൽ വ്യാപൃതരായിട്ടുള്ള ആളുകൾക്കും ഈ ഒരു സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പുതിയ കാലഘട്ടം നമുക്ക് നൽകുന്ന ഒരനുഗ്രഹം കൂടിയാണ്. പുതിയതിനെ സ്വാംശീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഭാരതീയരുടെ രീതി, ആചാര്യന്മാരുടെ രീതി. ഏതായാലും ഈ സംരംഭം വളരെ നന്നായി എല്ലാവരും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഭാരതം ജ്ഞാനത്തിൻ്റെ ഭൂമിയാണ്, പുണ്യഭൂമിയാണ്. ഭക്തി ജ്ഞാനാദികൾക്കൊക്കെ ഇവിടെ പരമമായ പ്രാധാന്യം അനാദികാലം മുതൽക്ക് തന്നെയുണ്ട്. ഭാസിൽ രമിക്കുന്നത് കൂടിയാണ് ഭാരതം. ഭാസ് പ്രകാശമാണ്, ജ്ഞാനത്തിൻ്റെ പ്രകാശമാണ്. ആ ജ്ഞാന പ്രകാശം എല്ലായിടത്തും പ്രസരിപ്പിക്കുന്നതിൽ അഗ്രേസരനായിട്ട് വർത്തിച്ച ആളാണ് ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ. നമുക്കറിയാം, നമ്മുടെ പൂർവ്വപുണ്യം കൊണ്ട് അദ്ദേഹം ഈ കേരളത്തില് കാലടിയില് അവതരിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ അനിതര സാധാരണമായ ജ്ഞാനവൈഭവം കൊണ്ട് ജഗൽപ്രസിദ്ധനായി. അദ്ദേഹം കേരളത്തിൽ നിന്ന് മധ്യഭാരതം വരെ എത്തുകയും അവിടെ വെച്ച് തന്നെ തന്നെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുനാഥന്റെ ഗോവിന്ദ ഭഗവത് പാദരുടെ കാൽക്കലെത്തി നമസ്കരിക്കുകയും ചെയ്തതും, ആ ശിഷ്യനെ തന്നെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുനാഥൻ അനുഗ്രഹ വർഷം ചൊരിഞ്ഞതുമായ കഥ ശങ്കര ദിഗ്വിജയാദികളിലൊക്കെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അങ്ങനെ ജ്ഞാനത്തിന്റെ പടികള് ക്രമത്തിൽ കയറി 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 സർവജ്ഞപീഠം കയറിയ ആചാര്യൻ എക്കാലത്തും
ലോകത്തിന്റെ മുഴുവനും ഗുരുവാണ്. ലോകഗുരു, ജഗദ്ഗുരു എന്ന ആചാര്യന്മാരെ അദ്ദേഹത്തിനെ വാഴ്ത്തുന്നത് വളരെ അർത്ഥവത്തായിട്ടാണ്. വെറുതെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ പലരെയും പലതും പറഞ്ഞ് പ്രശംസിക്കുന്ന രീതിയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് അതെല്ലാം സംഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ പഠനത്തില് അസാധാരണമായ വൈദഗ്ധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാരും മറ്റും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം വേദങ്ങൾ പഠിച്ചു, വേദാന്തം പഠിച്ചു, ശാസ്ത്രങ്ങൾ പഠിച്ചു. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഒരുപാട് സംവാദങ്ങൾ നടത്തി. വിവിധ വിഷയങ്ങളെ ആധാരമാക്കി മഹാപണ്ഡിതന്മാരുടെ സാന്നിധ്യമുള്ള സദസ്സുകളിൽ വാദവിവാദങ്ങളും സംവാദങ്ങളും നടത്തി എല്ലാവരുടെയും ആദരവും അംഗീകാരവും നേടി. ഇതൊരു അസാധാരണ കാര്യമാണ്. വളരെ കുറച്ചു കാലമേ അദ്ദേഹം ജീവിച്ചുള്ളൂ. 32 വർഷക്കാലം മാത്രമേ ജീവിച്ചുള്ളൂ എന്നാണ് ചരിത്രം പറയുന്നത്. ആ ചുരുങ്ങിയ കാലഘട്ടത്തിന് ഉള്ളില് ലോകത്തിൽ ഒരാൾക്കും സാധിക്കാത്ത തരത്തിലുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ, ജ്ഞാനാർജനം, അതുപോലെ തന്നെ ഈ ഭാരതം മുഴുവനും സഞ്ചരിക്കല്, ജ്ഞാനപീഠം കയറി എല്ലാവരുടെയും ആദരത്തിന്റെ പാത്രമാവുന്ന കാര്യം, ഭാരതത്തിന്റെ 4 ഭാഗത്തും 4 പ്രമുഖ ശങ്കരപീഠങ്ങൾ സ്ഥാപിക്കുക എന്നുള്ള ആദായ മഥനത്തിന് വേണ്ടിയിട്ടുള്ള, വേദാന്ത പഠനത്തിന് വേണ്ടിയിട്ടുള്ള, സന്യാസ പരമ്പര നിലനിർത്തിക്കൊണ്ട് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയുള്ള ഏറ്റവും ഉത്തമങ്ങളായ 4 മഠങ്ങൾ സ്ഥാപിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതകരമാണ് ഈ ചെറിയ കാലഘട്ടത്തിന്റെ ഉള്ളില്. അതുകൊണ്ട് തന്നെ അസാധ്യങ്ങളായ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത അദ്ദേഹത്തിനെ അവതാര വരിഷ്ഠനായിട്ട് ആചാര്യന്മാര് കണക്കാക്കുന്നു. അപ്പോൾ ജ്ഞാനത്തിന്റെ ഭൂമിയാണ് ഭാരതം, ജ്ഞാന സൂര്യനാണ് ശങ്കരാചാര്യസ്വാമികൾ. അതിനു പുറമെ അദ്ദേഹം സാധാരണ ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്തു. പണ്ഡിത സദസ്സുകൾക്കും വലിയ വേദാന്ത ദർശന വ്യാഖ്യാന പരമ്പരകൾക്കും ഒക്കെ പറ്റിയ ആള് മാത്രമല്ല, സാമാന്യ ജനങ്ങൾക്ക് വേണ്ട ഉപദേശവും മാർഗദർശനവും നൽകുന്ന ആള് കൂടിയാണ് അദ്ദേഹം എന്ന് ആ മഹാത്മാവ് തന്നെ തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതികൾ അതിന് സാക്ഷ്യം വഹിക്കും. നമുക്കറിയാം, പ്രസ്ഥാനത്രയത്തിന് മുഖ്യങ്ങളായ ദശ ഉപനിഷത്തുകൾക്ക് അദ്ദേഹം ഭാഷ്യം എഴുതി. അതുപോലെ ബ്രഹ്മസൂത്രത്തിന് അദ്ദേഹം ഭാഷ്യം എഴുതി. അതുപോലെ സർവവേദാന്ത സാരസംഗ്രഹമായിട്ടുള്ള, സർവോപനിഷത് സാരഭൂതമായിട്ടുള്ള ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് അദ്ദേഹം ഭാഷ്യം എഴുതി. പിന്നെയും പല സഹസ്രനാമാദികൾക്കുമൊക്കെ ഭാഷ്യ വ്യാഖ്യാനാദികൾ എഴുതിയിട്ടുണ്ട്. കുറെ പ്രകരണ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ സാമാന്യ ജനങ്ങളെ ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാർഗത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന തരത്തിലുള്ള കുറെ സ്തോത്രങ്ങളും അദ്ദേഹം എഴുതി. ഇതൊക്കെ കൂടി സാധിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഈ വലിയ ഗ്രന്ഥ പരമ്പരകളിലൂടെ, അതുപോലെ സംവാദങ്ങളിലൂടെ അദ്ദേഹം സംസ്ഥാപനം ചെയ്ത മുഖ്യ തത്വം എന്താണ്? അദ്വൈത വേദാന്തം. വേദാന്തത്തിന്റെ സൂക്ഷ്മമായ പഠനത്തിലൂടെ മുന്നേറി അദ്വൈത സിദ്ധാന്തത്തിൽ അദ്ദേഹം എത്തി നിൽക്കുകയാണ്. ആ അദ്വൈത സിദ്ധാന്തം ലോകം മുഴുവൻ അംഗീകരിക്കുന്ന തരത്തില് യുക്തിഭദ്രമായിട്ട് ശാസ്ത്രസിദ്ധങ്ങളായ ഗൗരവതരങ്ങളായ പ്രമാണങ്ങളുടെ വെളിച്ചത്തില് ആർക്കും ചോദ്യം ചെയ്യാൻ വയ്യാത്ത വിധത്തില് അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നു. അങ്ങനെ അദ്വൈത വേദാന്ത സിദ്ധാന്ത സംസ്ഥാപനം നടത്തിയ അദ്ദേഹത്തെ അദ്വൈത ആചാര്യനായിട്ടാണ് പുതിയ കാലഘട്ടത്തിലെ ദർശന രംഗത്തെ ആചാര്യന്മാര് വിലയിരുത്തുന്നത്. ഭാരതീയ ദർശനത്തിന്റെ മേഖലയിലേക്ക് കടക്കുമ്പോൾ
നമ്മുടെ ജ്ഞാന പരമ്പരയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെയൊക്കെ മുൻപില് ഏറ്റവും ആദ്യം വരുന്ന പേര് ശ്രീ ശങ്കരാചാര്യരുടേതാണ്, ജഗദ്ഗുരുവിൻ്റെ. എല്ലാ അറിവുകളും സ്വാംശീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഭാരതീയ ഋഷി പരമ്പര, ആചാര്യ പരമ്പര നമ്മോട് പറയുന്നത്. എല്ലാ അറിവുകളും അവരൊക്കെ അധ്യാത്മവിദ്യയുടെ രംഗത്ത്, വേദാന്ത രംഗത്ത്, ദർശനങ്ങളുടെ രംഗത്ത് ഏറ്റവും മുന്നോട്ട് പോയ ആളുകളാകൊണ്ട് അവര് ഈശ്വരപരങ്ങളായ കാര്യങ്ങളില്, ദർശനപ്രധാനങ്ങളായ കാര്യങ്ങളില്, ആധ്യാത്മിക കാര്യങ്ങളില് മാത്രം ഊന്നി എന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം നമ്മുടെ പാരമ്പര്യം പറയണത് ദ്വേ വിദ്യയെ വേദിതവ്യം, രണ്ട് വിദ്യകള് പഠിക്കണം, അഭ്യസിക്കണം, വേണ്ട പോലെ മനസ്സിലാക്കണം. ഏതാ രണ്ട് വിദ്യ? പരാച്ച അപരാച്ച. പരാവിദ്യയും അപരാവിദ്യയും, അല്ലെങ്കിൽ ജ്ഞാനവും വിജ്ഞാനവും. പരാ എന്ന് പറഞ്ഞാൽ ഏറ്റവും അങ്ങേ അറ്റത്ത് ഉള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അത് ജ്ഞാനമാണ്, അധ്യാത്മവിദ്യയാണ്. അതിനോട് സമമായിട്ട് വേറെ ഒന്നുമില്ല. അധ്യാത്മവിദ്യ വിദ്യാനാം, വിദ്യകളുടെ കൂട്ടത്തില് താൻ അധ്യാത്മവിദ്യയാണെന്ന് ഭഗവാൻ തന്നെ കണ്ടത പറഞ്ഞിട്ടുണ്ട്. ആ പരാവിദ്യ, അധ്യാത്മവിദ്യ, ശരിയായ ജ്ഞാനം, പരമമായ ജ്ഞാനം നേടുന്നതോടൊപ്പം തന്നെ വിജ്ഞാനം, ശാസ്ത്രാദികള് അത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ലോക ജീവിതത്തില് ആവശ്യമുള്ളത്, ലോകത്തിൽ നിലനിൽക്കുന്നത്, ലോകത്തിലുള്ള ചരാചരങ്ങളുമായി ബന്ധപ്പെട്ടത്, അത് വിജ്ഞാനമാണ്. ബാക്കിയുള്ള സാധാരണ ശാസ്ത്രങ്ങളാണ്. അതുമൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോ കേവലം അധ്യാത്മവിദ്യ മാത്രമല്ല, എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് രണ്ടും വേണം, പരാവിദ്യയും അപരാവിദ്യയും വേണം എന്ന് അധ്യാത്മ വിദ്യാപാരംഗതന്മാരായ ആചാര്യന്മാര് തന്നെ പറഞ്ഞു വെച്ചത്. പടിപടിയായിട്ട് എല്ലാം മനസ്സിലാക്കി, എല്ലാം യുക്തിഭദ്രമായിട്ട് ഗ്രഹിച്ച് മനനം ചെയ്ത് ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നാണ് ഭാരതീയ മനീഷികളുടെ നിർബന്ധ ബുദ്ധി എന്ന് പറയട്ടെ. അതിന് അവര് എന്തൊക്കെ പഠിക്കണം മനുഷ്യൻ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? 14 വിദ്യകള് അല്ലെങ്കിൽ 18 വിദ്യാസ്ഥാനങ്ങള് എന്നൊക്കെ ആചാര്യന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 18 വിദ്യാസ്ഥാനങ്ങള് അവര് കൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഏതാണ് ഈ 18 വിദ്യകൾ എന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ 4 വേദങ്ങൾ. വേദം എല്ലാ അറിവിൻ്റെയും ആകരമാണ്. ഏത് അധ്യാത്മവിദ്യയായാലും, ഏത് ജ്ഞാനമാർഗമായാലും, ഏത് കർമ്മമാർഗമായാലും, ഏത് ഭക്തി മാർഗമായാലും, ഏത് ആധുനിക ശാസ്ത്ര വിദ്യകളുടെ വേരുകളായാലും, അതൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആത്യന്തികമായിട്ട് നമുക്ക് എത്താനുള്ള സമുന്നതമായ സ്ഥാനം തീർച്ചയായിട്ടും വേദമാണ്. ആ വേദത്തിനെ വേദവ്യാസ മഹർഷി മുഴുവനായിട്ട് എടുത്ത് പഠിച്ച് വിവേചിച്ച് 4 വേദങ്ങളായിട്ട് അങ്ങനെ വ്യവസ്ഥ ചെയ്തു എന്നാണ് ആചാര്യമതം. ആ 4 വേദങ്ങളാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന പേരിൽ ഇപ്പോ ലോകത്ത് മുഴുവനും പ്രസിദ്ധമായിട്ടുള്ളത്. ഈ 4 വേദങ്ങളാണ് ആദ്യത്തെ 4 വിദ്യകൾ. പിന്നെ വേദവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വന്ന വേദാംഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 6 ശാസ്ത്രങ്ങളുണ്ട്. ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, കൽപ്പം എന്നീ 6 ശാസ്ത്രങ്ങള്, വേദാംഗങ്ങള് വേദവുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. വേദത്തിലെ വാക്കുകള്, അതിൻ്റെ ഉച്ചാരണം, അതിൻ്റെ നിഷ്പത്തി, അതിൻ്റെ വ്യാകരണ കാര്യങ്ങള്, അതുപയോഗിച്ച് ചെയ്യുന്ന കർമ്മങ്ങള്, ആ യജ്ഞാദി കർമ്മങ്ങളുടെ വിധാനത്തിന് വേണ്ട ആ യാഗശാലയോ ഹോമകുണ്ടോ
മറ്റു കാര്യങ്ങളോ നിർമ്മിക്കണമെങ്കിൽ അതിനു വേണ്ട സൂത്രബദ്ധമായ ശാസ്ത്രങ്ങൾ, അളവുകളും അളവുകോലുകളും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതുപോലെ ഏത് ഋതുവില്, ഏത് മാസത്തില്, ഏത് തിഥിയില്, ഏത് മുഹൂർത്തത്തില് ഒരു യജ്ഞം തുടങ്ങാമെന്ന് അറിയണമെങ്കിൽ ജ്യോതിഷം പോലെയുള്ള ശാസ്ത്രങ്ങളുടെ പരിജ്ഞാനം ആവശ്യമാണ്. അപ്പൊ ജ്യോതിഷമായാലും കൽപ്പമായാലും ഉച്ചാരണം സംബന്ധമായ ശാസ്ത്രമായ ശിക്ഷ പോലെയുള്ള കാര്യങ്ങളായാലും അതെല്ലാം വേദപഠനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആരംഭിക്കുന്നത്, വേദത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് അവയെ വേദാംഗങ്ങൾ എന്ന് പറയുന്നത്. ഒരു മന്ത്രം ഉച്ചരിക്കണമെങ്കിൽ അതിൻ്റെ അക്ഷരം കൃത്യമായിട്ട് അറിയണം. അത് ദീർഘമാണോ, ഹ്രസ്വമാണോ, പ്ലുതമാണോ എന്ന് അറിയണം. അത് എങ്ങനെ ഉച്ചരിക്കണം, ഉദാത്തമായിട്ടാണോ, അനുദാത്തമായിട്ടാണോ, പ്ലുതമായിട്ടാണോ, എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് നമ്മൾ അറിയണം. ഉദാത്താനുദാത്ത സ്വരിതാദികളുടെ വ്യവസ്ഥകളെ കുറിച്ച് നമ്മൾ അറിയണം എന്നൊക്കെയാണ് ആചാര്യമതം. അത് കേവലം ഏതെങ്കിലും പദ്യോ ഗദ്യോ വായിക്കുന്നത് പോലെ ചൊല്ലുന്നത് പോലെ ചൊല്ലിയാൽ പോരാ. ഈ ശാസ്ത്രങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടു. ചുരുക്കത്തില് ഈ 4 വേദങ്ങളോടൊപ്പം ഈ 6 വേദാംഗങ്ങള്, വേദാംഗ ശാസ്ത്രങ്ങളും പിന്നീട് വരുന്നു. അങ്ങനെ 4ഉം 6ഉം 10ആയി. പിന്നെ മീമാംസ, ന്യായശാസ്ത്രം, പുരാണം, ധർമ്മശാസ്ത്രം എന്നുള്ള 4 ശാസ്ത്രങ്ങളും അതിനോട് യോജിപ്പിച്ചു. പുരാണം എന്ന് പറയണേല് ഇതിഹാസങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇതുമൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. കാരണം ഇതിഹാസങ്ങളും പുരാണങ്ങളും പറയണത് വേദപ്രതിപാദിതമായ ധർമ്മം തന്നെയാണ്. അതിൻ്റെ വിപുലീകരണമാണ്, അതിൻ്റെ വിശദീകരണമാണ്, അതിൻ്റെ കുറെ കൂടി സരളമായ തരത്തിലുള്ള വ്യാഖ്യാനവും ആവിഷ്കാരവും ആണ്. അതിന് മഹർഷിമാര് പലപ്പോഴും കഥകളും ഉപകഥകളും ആഖ്യാനങ്ങളും ഉപാഖ്യാനങ്ങളും ഒക്കെ പ്രയോജനപ്പെടുത്തി എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും ഈ 4 ശാസ്ത്രങ്ങൾ കൂടി അതിനോട് യോജിപ്പിച്ചപ്പോൾ 14ആയി. അതിൻ്റെ കൂടെ വേറെയും 4 ശാസ്ത്രങ്ങൾ യോജിപ്പിച്ചു. പിന്നീട് വന്ന 4 ശാസ്ത്രങ്ങൾ അതും വേദവുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. അതുകൊണ്ട് അവയെ ഉപവേദങ്ങൾ എന്നാണ് വിളിക്കാറുള്ളത്. വേദത്തിന് തുല്യമായ പദവി അവയ്ക്ക് നൽകിയിട്ടുണ്ട്. ഉപവേദങ്ങൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. ഏതാണ് ഈ 4 ഉപവേദങ്ങള്? ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, സ്ഥാപത്യവേദം. ഈ 4 വേദങ്ങളും ഈ ഉപവേദങ്ങള്, ഈ 4 ഉപവേദങ്ങളും ഒരർത്ഥത്തിൽ വേദങ്ങളാണ്. അതും വേദവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ പറഞ്ഞ 4 കൂടി ചേരുമ്പോൾ ആകെ 18 വിദ്യകളായി. ആ 18 വിദ്യകളില് ഇപ്പൊ സൂചിപ്പിച്ച ഒരു ശാസ്ത്രം, ഒരു ഉപവേദം ഗാന്ധർവവേദമാണ്. ഗാന്ധർവവേദം എന്ന് പറയുന്നത് ഗന്ധർവന്മാരുടെ ഇടയിൽ കൂടുതൽ പ്രചാരം ഉണ്ടായിരുന്ന സംഗീതോ നൃത്യോ നാട്യോ ഇതര കലാരൂപങ്ങളോ ഒക്കെ പ്രമുഖമായി എടുത്തുകൊണ്ടാണ്. ഈ ശാഖയിൽ വരുന്ന ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ആദ്യത്തേത് ഭരതമുനി പ്രണീതമായ നാട്യശാസ്ത്രം. 36 അധ്യായങ്ങളിലായിട്ട് ഭാരതീയ കലയുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു വിശ്വവിജ്ഞാന കോശമാണ് ഈ ഭരതമുനി പ്രണീതമായ നാട്യശാസ്ത്രം. അപ്പൊ അവിടെ കലാവിദ്യകളെ സംബന്ധിച്ച് പറയുന്നു. കലകള് ശാസ്ത്രം പോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതെങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ കൈകാര്യം ചെയ്താൽ പോരാ, കൃത്യമായ ചിട്ടയോട് കൂടിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹർഷി ഈ ശാസ്ത്രത്തിന് രൂപം കൊടുത്തിട്ടുള്ളത്. ഭരതമുനി തന്നെ പറഞ്ഞത് താൻ ഇത് 4 വേദങ്ങളിൽ നിന്ന് സാരം സംഗ്രഹിച്ചിട്ട് ഉണ്ടാക്കുന്നു എന്നാണ്. ജഗ്രാഹ പാഠ്യം ഋഗ്വേദാത് സാമഭ്യോ ഗീതമേവച യജുർവേദാത് അഭിനയാൻ രസാൻ അഥർവണാദപി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. 4 വേദങ്ങളിൽ നിന്ന് സാരം സംഗ്രഹിച്ചിട്ട് ഞാൻ ഈ പുതിയ നാട്യാഖ്യം പഞ്ചമം വേദ, നാട്യം എന്ന പേരുള്ള 5ാമത്തെ വേദം അത് നിർമ്മിക്കുന്നു, വിരചിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു.
അപ്പൊ ഈ കലാവിദ്യകളും ഒരർത്ഥത്തില് നമ്മുടെ അർത്ഥത്തില് ഭാരതീയ പശ്ചാത്തലത്തില് വേദവുമായിട്ട് നമ്മുടെ ആർഷവിജ്ഞാന സമ്പത്തുമായിട്ട് സുദൃഢം ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ വളരെ പ്രാധാന്യം നൽകി. നമ്മുടെ യജ്ഞവേദികള്, അതിൻ്റെ പ്രതിരൂപങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങള്, ഈ കലാരൂപങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി. ഒരു യജ്ഞശാലയിലെ ഒരു ഹോമകുണ്ഡം നിർമ്മിക്കുമ്പോൾ അതിന് കണക്കുകളുണ്ട്. എത്ര ഇഷ്ടിക, ഏതാകൃതിയിലുള്ള ഇഷ്ടിക, ഏതാകൃതിയിലുള്ള ചിതി എന്നൊക്കെ ഉണ്ട്. അവിടെയും ചില കലാത്മകമായ അംശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രങ്ങളിൽ എത്തുമ്പോൾ അത് കുറെ കൂടി വിപുലമാണ്, കുറെ കൂടി വിശദമാണ്. നമ്മൾ ഒരു മതില് കെട്ടുമ്പോൾ, ക്ഷേത്രത്തിന്റെ മതില് കെട്ടുമ്പോൾ ആ മതില് തന്നെ ഒരു അലങ്കാരമാകുന്ന തരത്തിലാണ് കെട്ടിപ്പോരുന്നത്. ആനയുടെ പൃഷ്ഠം പോലെ ആകൃതിയുള്ളത് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ ഗോപുരങ്ങൾ, അതുപോലെ അവിടെയുള്ള പഞ്ചപ്രാസാദങ്ങൾ, അതിൻ്റെയൊക്കെ നിർമ്മിതിയിലും ശാസ്ത്രത്തോടൊപ്പം കല കൂടി കടന്നു വരും. ആ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത് വിവിധ കലാരൂപങ്ങളാണ്, ശില്പങ്ങളാണ്. പല ശില്പങ്ങൾ കരിങ്കല്ലിലും മരത്തിലും മറ്റ് കല്ലുകളിലും ഒക്കെ തീർത്തിട്ടുള്ള ശില്പങ്ങൾ നമ്മൾ കാണുന്നു. അതുപോലെ സ്വർണം പോലെയുള്ള ലോഹങ്ങളിൽ കൽപ്പിച്ചിട്ടുള്ള ശില്പങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ ശില്പകലയുണ്ട്, ചിത്രകലയുണ്ട്. ചിത്രം വരയ്ക്കുന്ന രീതി, ആഖ്യാനം, ചിത്രരചന നമ്മൾ കാണുന്നത് ആദ്യമായിട്ട് ക്ഷേത്ര ഭിത്തികളിലാണ്. അത് പുറത്തു ആവാം, അകത്ത് ശ്രീകോവിലിന്റെ ഭിത്തികളിൽ വരെ നമ്മൾ മനോഹരങ്ങളായ പുരാണ സംഭവങ്ങൾ ആവിഷ്കരിക്കുന്ന ചിത്രങ്ങൾ കാണും. അതുപോലെ നമുക്ക് അമ്പലത്തിനകത്ത് പരമപാവനങ്ങളായിട്ടുള്ള ഇതിഹാസ പുരാണങ്ങളിലെ കഥകൾ ആഖ്യാനം ചെയ്യുന്ന പാഠകം പോലെ, ചാക്യാർകൂത്ത് പോലെ ഉള്ള കലാരൂപങ്ങൾ കാണാം. ഇടയ്ക്കകുട്ടി പാടുന്ന സോപാന സംഗീതം കേൾക്കാം. അപ്പോ അഭിനയകലയായാലും സംഗീതകലയായാലും അതൊക്കെ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. വാദ്യകലകളും അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. സംഗീതത്തിന്റെ തന്നെ ഭാഗമാണ് വായ കൊണ്ടുള്ള പാട്ട്, വായ്പാട്ട്. അതിനപ്പുറം ഉപകരണ സംഗീതവും അതും അവിടെ തന്നെയാണ് വരുന്നത്. അത് മിഴാവായാലും ഇടയ്ക്കയായാലും മദ്ദളം ആയാലും ചെണ്ടയായാലും എല്ലാം നമുക്ക് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. ഇപ്പൊ കേരളത്തിലെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ക്ഷേത്രങ്ങള് എല്ലാ നല്ല ശാസ്ത്രീയ കലകളുടെയും ഉൽപ്പത്തി ക്ഷേത്രങ്ങൾ കൂടിയാണ്. ക്ഷേത്രത്തിന്റെ മതിൽക്കകത്തല്ലാതെ ക്ഷേത്രത്തിന് പുറത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന വലിയ ആർഭാടത്തോടും ആഡംബരത്തോടും വലിയ വാദ്യഘോഷത്തോടു കൂടിയും ചിലപ്പോഴൊക്കെ ഭയങ്കരമായ രൂപ ആവിഷ്കാരത്തോടു കൂടിയൊക്കെ വരുന്ന തെയ്യം പോലെയുള്ള കലാരൂപങ്ങളുണ്ട്, പടയണി പോലെയുള്ള കലാരൂപങ്ങളുണ്ട്, മുടിയേറ്റ് പോലെയുള്ള കലാരൂപങ്ങളുണ്ട്. ഇതുമൊക്കെ നമ്മുടെ ക്ഷേത്ര സങ്കേതങ്ങളിലാണ് വരുന്നത്. അപ്പോ ക്ഷേത്രങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ള കലാപരമായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും ക്ഷേത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം. ഈ കലകളൊക്കെ ആത്യന്തികമായിട്ട് എന്താണ് നമുക്ക് തരുന്നത്? എന്താണ് ക്ഷേത്ര കലകൾ കൊണ്ടുള്ള അല്ലെങ്കിൽ കലകൾ കൊണ്ട് പൊതുവായിട്ടുള്ള പ്രയോജനം എന്ന് ചിന്തിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആനന്ദമാണ്, സന്തോഷമാണ്. മറ്റെല്ലാം മറന്ന് നമ്മൾ ആ കലാസ്വാദനത്തിൽ മുഴുകിപ്പോകുന്നു. അങ്ങനെ കലാസ്വാദനത്തിൽ മുഴുകി ലയിച്ചു പോകുമ്പോൾ നമുക്ക് അതിയായ ഒരു ആനന്ദം ഉണ്ടാകുന്നു. അത് പാട്ട് കേൾക്കുമ്പോഴാവാം, ഒരു വാദ്യഘോഷം കേൾക്കുമ്പോഴാവാം, ഒരു കഥാഖ്യാനപരമായ പാഠകോ ചാക്യാർകൂത്തോ ഓട്ടംതുള്ളലോ അത് വല്ലതും കാണുമ്പോഴോ കേൾക്കുമ്പോഴോ ആവാം, അല്ലെങ്കിൽ അഭിനയപ്രധാനങ്ങളായ നൃത്യ നാട്യാദികള് കാണുമ്പോഴായിരിക്കാം, കഥകളിയോ കുടിയാട്ടോ കാണുമ്പോഴായിരിക്കാം. എപ്പോഴായാലും എവിടെയായാലും എന്തിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ആനന്ദമാണ്. ആ ആനന്ദമാണ് ഏറ്റവും വലിയൊരു പ്രയോജനം. സാഹിത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന
ആചാര്യന്മാരും അതാണ് പറഞ്ഞിട്ടുള്ളത്. സാഹിത്യവും ഒരർത്ഥത്തിൽ കലയാണല്ലോ. സാഹിത്യമായാലും കലയായാലും സംഗീതമായാലും നാട്യമായാലും ചിത്രമായാലും ശില്പമായാലും അതിൽ നിന്നൊക്കെ കിട്ടുന്നത്, അതിൻ്റെ പരമപ്രയോജനമായിട്ടുള്ളത് ആനന്ദമാണ്, സന്തോഷമാണ്. സദ്യ പരനിർവൃതയെ എന്ന് ആചാര്യന്മാർ പറയുന്നു. എന്തിനാണ് ഇതെന്ന് ചോദിച്ചാൽ, സദ്യ പരനിർവൃതയെ, ഉടനെ തന്നെ ഉണ്ടാകുന്ന, അത് കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ആ പരനിർവൃത്തി, പരാനിർവൃത്തി, അങ്ങേയറ്റത്തെ ഏറ്റവും ശ്രേഷ്ഠമായ നിർവൃത്തി, സന്തോഷം, ആനന്ദം, അതാണ്. അത് നമുക്കൊരു ഭക്തിപ്രധാനമായ കാവ്യം വായിച്ച് ആസ്വദിക്കുമ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പുരാണം വായിക്കുമ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പുരാണ പാരായണം കേൾക്കുമ്പോൾ ഉണ്ടാവാം. അത് തന്നെയാണ് നമുക്ക് കലാ ആസ്വാദനം കൊണ്ടും ഉണ്ടാവുന്നത്, ഉണ്ടാവേണ്ടത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ കലകൾ ആവിഷ്കരിക്കേണ്ടത് ഈ ആനന്ദം പ്രദാനം ചെയ്യുന്ന പരമ ആനന്ദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നാണ്. എന്താണ് പരമാനന്ദം എന്ന് പറയുന്നത്? അത് ബ്രഹ്മാസ്വാദജന്യമായ ആനന്ദമാണെന്ന് ആചാര്യന്മാര് മഹർഷിമാര് പറയുന്നു. പരബ്രഹ്മത്തിൽ നമ്മുടെ മനസ്സ് ഏകാഗ്രമാവുമ്പോൾ ആ ആനന്ദം, ഭക്തിയുടെ ഉത്തുംഗ അവസ്ഥയിൽ നമുക്ക് അനുഭവവേദ്യമാകുന്ന ആനന്ദം, എല്ലാം മറന്ന് പരബ്രഹ്മത്തില് വിലീനന്മാരാകുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, അതാണ് പരമമായ ആനന്ദം. ആ ആനന്ദ ദശയില് പിന്നെ ബാക്കിയൊക്കെ നിസ്സാരാണ്, അപ്രധാനമാണ്. ബാക്കിയുള്ളതൊന്നും നമ്മൾ അറിയില്ല, അറിയുന്നേയില്ല. ഒടുക്കം പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീ സുഖബ്രഹ്മർഷിയോട് പറഞ്ഞതിലും ആ കാര്യമുണ്ട്. എൻ്റെയൊക്കെ കഴിഞ്ഞു, എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് ആ ബ്രഹ്മാനന്ദത്തില് വിലീനമായിരിക്കുന്നു. ഇനി എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, തക്ഷകൻ വന്നാലും വേണ്ടില്ല, ദംശനം ഏൽക്കേണ്ടി വന്നാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല. അതാണ് പരമമായിട്ടുള്ള ആനന്ദത്തിൽ എത്തുന്ന അനുഭവത്തിന്റെ ആ പരമോന്നത അവസ്ഥ. ആ ആനന്ദവുമായിട്ട് യോജിപ്പുള്ള, അതിൻ്റെ ഒരു അംശമെങ്കിലും ഉള്ള ആനന്ദമാണ് കലാസ്വാദനം കൊണ്ടുണ്ടാകുന്ന ആനന്ദം എന്നാണ് ഭാരതീയ മനീഷികളുടെ മതം. അതുകൊണ്ട് അവരതിനെ ബ്രഹ്മാനന്ദ സഹോദരം ആനന്ദം എന്ന് വിശേഷിപ്പിച്ചു. ബ്രഹ്മാനന്ദത്തിന് തുല്യമായ, ബ്രഹ്മാനന്ദത്തിന്റെ സഹോദര സ്ഥാനമുള്ള, അതേപോലെ തന്നെയുള്ള ഒരു ആനന്ദം ആണ്. അപ്പൊ നമുക്ക് ആസ്വാദകർക്ക് ആ ആനന്ദം കിട്ടണം. ആ ആനന്ദം നേടാനുള്ള തയ്യാറെടുപ്പ് ആസ്വാദകരായ നമ്മുടെ ഭാഗത്തുണ്ടാവണം. ആ ആനന്ദം പ്രദാനം ചെയ്യുന്ന തരത്തില് കലാ അവതരണം നടത്തുക എന്നുള്ളത് കലാകാരന്മാര് ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രങ്ങള് എഴുത്തുകാരനും വായനക്കാരനും പ്രാധാന്യം കൊടുക്കുന്നത് പോലെ കല അവതരിപ്പിക്കുന്നവർക്കും ആസ്വാദകർക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ഈ രണ്ട് പേരും കൂടുമ്പോഴാണ് കല സാർത്ഥകമാകുന്നത്. ക്ഷേത്രകലകളൊക്കെ തന്നെ അങ്ങനെ പരമാനന്ദത്തിലേക്ക് നമ്മളെ നയിക്കുന്ന തരത്തില് എഴുതപ്പെട്ടിട്ടുള്ളതാണ്, ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളതാണ്, അഭിനയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ തന്നെ എന്ന് നിലനിൽക്കേണ്ടവയാണ് എന്നാണ്. അതിൻ്റെ കൂടെ അപ്പൊ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്താ? സാഹിത്യ നായകന്മാരായ ആചാര്യന്മാര്, സാഹിത്യ പണ്ഡിതന്മാര് പറയണത് കാന്താ സംഹിതയോപദേശയുജി, കാന്താ സംഹിതയ ഉള്ള ഉപദേശത്തോട് കൂടിയതാണ് സാഹിത്യം, കലയും അത് തന്നെയാണ്. കാന്താ സംഹിത, കാന്തയുടെ രീതി, കാന്ത എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവള്, പ്രിയപത്നി എന്ന് പറയാം. ആ പ്രിയതമ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള് അത് ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അത് എങ്ങനെ ഒരു സാമാന്യ ബുദ്ധിയുള്ള ആള് നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്നുവോ അതുപോലെ ഉൾക്കൊള്ളാൻ ഉതകുന്ന തരത്തിലുള്ള ഉപദേശമാണ് സാഹിത്യവും കലയും ഒക്കെ നൽകുന്നത്.
ആ പ്രത്യേക സന്ദർഭത്തില് ആ പ്രത്യേക കഥാപാത്രം എങ്ങനെ പെരുമാറി, എന്ത് ചെയ്തു, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഭാവഭാവങ്ങള് എന്നറിഞ്ഞ് ഒരു നടൻ അത് രംഗത്ത് പ്രവർത്തിപ്പിക്കുമ്പോൾ ആസ്വാദകര് ആ ഭാവം സ്വയം ഉൾക്കൊള്ളും. ഇത്രയും വിഷമകരമായ ഒരു പരിസ്ഥിതിയില് ശ്രീരാമൻ എന്ത് ചെയ്തു, സീതാദേവി എന്ത് ചെയ്തു, മഹാരാജാവ് നളൻ എന്ത് ചെയ്തു, പരമസാധ്വിയായ ദമയന്തി എന്ത് ചെയ്തു, അത് നമ്മൾ കാണുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പതിയുന്നു. അത് ഒരു പാഠമാണ്. അത് ധർമ്മത്തിന്റെ മാർഗമാണ്. എൻ്റെ സ്വന്തം താല്പര്യമോ എൻ്റെ സ്വന്തം സ്വാർത്ഥമോ അല്ല പരമപ്രധാനമായിട്ടുള്ളത്. എല്ലാവർക്കും ഹിതകരമായ, ലോകഹിതമായ, തികച്ചും ധർമ്മപരമായ, സത്യപരമായ ആ കാര്യമാണ് ഞാൻ പരിഗണിക്കേണ്ടത്. എൻ്റെ മാത്രം ഇഷ്ടാനിഷ്ടങ്ങളോ സ്വാർത്ഥങ്ങളോ അല്ല എന്നുള്ളൊരു തലത്തിലേക്ക്, ഒരു ധാർമ്മികമായ ഉയർന്ന തലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ ധാർമ്മികമായ ഒരു ഉണർത്തല്, ഒരു ഉയർത്തല് കലകളുടെ പ്രധാന ധർമ്മമാണ്. അതുകൊണ്ടാണ് അത് ഉപദേശം കൂടി നൽകുന്നതാണ് എന്ന് പറയുന്നത്. ഉപദേശം നൽകുന്നത് വെറുതെ ആരെങ്കിലും അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, സത്യം വര, ധർമ്മം ചര എന്ന് പറയുന്നത് പോലെ പറഞ്ഞാൽ പോരെ. അപ്പൊ അത് കലയാവില്ല. അത് ഒരു അധികാരപ്പെട്ട ആള്, ഒരു പ്രഭു തൻ്റെ അനുയായികളോട് പറയുന്നത് പോലെയോ, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് അല്ലോ അങ്ങനെ മതി എന്ന് പറയുന്നത് പോലെയോ അല്ല. അതിനേക്കാളും നന്നായിട്ട് പ്രിയതമ തൻ്റെ പ്രിയപ്പെട്ട ആളോട് പറയുന്നത് പോലെ നല്ല രീതിയിൽ ശാന്തമായിട്ട് സൗമ്യമായിട്ട് ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ, ഇതല്ലേ നല്ലത്, ഇതല്ലേ ശരിയായ മാർഗം, നമുക്കിത് മതി, ഇതാണ് നമുക്ക് നല്ലത്, ഇതാണ് ലോകഹിതമായിട്ടുള്ളത് എന്ന് നല്ല രീതിയിൽ ഒരു പ്രിയപ്പെട്ട ആള് പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെയുള്ള രീതിയിൽ പറയാതെ പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തുന്ന ആ ഒരു ധർമ്മവും കൂടി കലയ്ക്കും സാഹിത്യത്തിനും ഒക്കെ ഉണ്ട്. പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അത് പിടികിട്ടും. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, അന്ന് ഇതുപോലൊരു സന്ദർഭത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെയാ പ്രതികരിച്ചത്? അദ്ദേഹം സ്യമന്തകം മോഷ്ടിച്ചിട്ടില്ല, നമുക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. എന്നിട്ട് അദ്ദേഹം മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അതിനോട് എങ്ങനെയാ പ്രതികരിച്ചത്? അപ്പൊ ഒരു പുരാണ കഥ നമ്മുടെ മനസ്സിൽ വരികയാണ്. നമ്മുടെ പേരിലും ചിലപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാത്ത കുറ്റം ആരോപിക്കപ്പെട്ടു എന്ന് വരും. അപ്പൊ ഇവിടെ ആ കഥയില്, ആ സന്ദർഭത്തില്, അവിടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു ഉപദേശം, നഷ്ടപ്പെട്ട ദ്രവ്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് സാധാരണക്കാര് ചെയ്യുന്നത് പോലെ അദ്ദേഹം അതിലേക്ക് കടന്നു ചെല്ലുന്നു. അദ്ദേഹം അന്വേഷണത്തിന് പോകും. അപ്പോ ഉപദേശം എന്നുള്ളത് എപ്പോഴും ഒരു സാധാരണഗതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തില് ആവണം, എല്ലാവർക്കും ബോധ്യപ്പെടുന്ന തരത്തിലാവണം. അതേ സമയത്ത് വെറൊരു ഗുരു ശിഷ്യന് ഉപദേശിക്കുന്നത് പോലെ ഒരു പ്രഭു തൻ്റെ അനുയായിക്ക് ശാസന രൂപത്തിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ ആവരുത്, നല്ല രീതിയിലാവണം. ഈ തരത്തില് കലകള് ഒരുപാട് നല്ല കാര്യങ്ങൾ, ധർമ്മബോധം ഉണ്ടാക്കുന്നു, പരമാനന്ദം പ്രദാനം ചെയ്യുന്നു. ഇത് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് പരബ്രഹ്മ അനുസന്ധാനത്തിന്റെ വഴിയിലൂടെ, തികച്ചും ജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ മാത്രം പോയാൽ പോരാ. ആ മാർഗത്തിൽ പോകുമ്പോ എന്താ ഉണ്ടാവണത്? അവിടെ പരബ്രഹ്മം എന്ന് പറയണത് എന്താ? നിർഗുണം, നിരാകാരം, നിരീഹം, നിരാകാരം, ഓങ്കാരഗമ്യം എന്നൊക്കെ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്ന ആ നിർഗുണവും നിരാധാരവും നിരാകാരവും ഒക്കെ ആയിട്ടുള്ള ഒന്നാണ്. അങ്ങനെയായി അതിനെ നമുക്ക് മുമ്പിൽ കാണാൻ പറ്റില്ല. അതിന് ധ്യാനിക്കാൻ അത്രയും മനക്കരുത്തുള്ള ഇന്ദ്രിയ സംയമനമുള്ള ആളുകൾക്ക് സാധിക്കാം. പക്ഷെ നമ്മുടെ മുൻപിൽ കാണില്ല. മുൻപിൽ അത് പ്രകാശിച്ച് നിൽക്കുന്നതായിട്ട് കാണണമെങ്കിൽ അതിനൊരു രൂപം വേണം. സാധാരണക്കാരായ ഉപാസകന്മാർക്ക് അതുപോലെ ഒരു രൂപം മുമ്പിലുണ്ടാകും. അതുകൊണ്ടാണ് വേദാന്ത സാര സംഗ്രഹങ്ങളുടെയൊക്കെ അങ്ങേ അറ്റം വരെ പോയ ആചാര്യസ്വാമികള്
വിദംശം വിദം നിർമ്മലം നിർവികൽപ്പം നിരീഹം നിരാകാരം ഓങ്കാരഗമ്യം ഗുണാതീതം അവ്യക്തമേകം തുരീയം പരം ബ്രഹ്മ എം വേദ തസ്മൈ നമസ്തേ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ആ പരമതത്വത്തെക്കുറിച്ച് അങ്ങനെ നിരീഹം നിരാകാരം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം അപ്പുറത്ത് എന്താണ് പറഞ്ഞത്? സുനാസാപുടം സുന്ദര ഭ്രൂലലാടം കിരീടോചിതാകുഞ്ചിത സ്നിഗ്ധകേശം സ്ഫുരൽ പുണ്ടരീകാഭിരാമായതാക്ഷം മഹോരസ്ഫുരൽ കൗസ്തുഭോദാരഹാരം സുരത്നാംഗതൈരന്വിതം ബാഹുദണ്ഡൈശ്ചതുർഭി എന്ന് തുടങ്ങിയിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നു. അപ്പോ അതിസുന്ദരമായ ഒരു സ്വരൂപം, സൗന്ദര്യോത്തരതോപി സുന്ദരതരം എന്ന് ആചാര്യൻ പറഞ്ഞതുപോലെ ലോകത്തിലുള്ള ഏറ്റവും സുന്ദരമായതിനേക്കാൾ സുന്ദരമായിട്ടുള്ള ഒരു സ്വരൂപം നൽകിക്കൊണ്ട് ശങ്കരാചാര്യ സ്വാമികള് ശ്രീകൃഷ്ണനെ, വിഷ്ണുവിനെ, ഭഗവതിയെ, ശ്രീ പരമേശ്വരനെ എല്ലാം വർണ്ണിക്കുമ്പോൾ അവിടെ ഒരു കലാംശം കൂടുതലായിട്ട് പ്രകാശിക്കും. ആ രൂപം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. നിരീഹനും നിരാകാരനുമായ ഈശ്വരനെ രംഗത്ത് അവതരിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിത്രത്തിൽ വരയ്ക്കാൻ പറ്റില്ല. ചിത്രത്തിൽ വരയ്ക്കണമെങ്കിൽ, രംഗത്ത് വേഷഭൂഷകളോടുകൂടി അവതരിപ്പിക്കണമെങ്കിൽ ഈ രൂപം വേണം. ആ രൂപവും ശങ്കരാചാര്യ സ്വാമികൾ പരമകാരുണികനായ ജഗദ്ഗുരു നമുക്ക് വേണ്ടി തന്നിരിക്കുന്നു. അപ്പൊ സുനാസാപുടവും സുന്ദര ഭ്രൂലലാടവും കിരീടവും എല്ലാം നമ്മുടെ മുൻപിൽ വരും. ആ സൗന്ദര്യാതിരേകത്തെ, ബ്രഹ്മാനന്ദ സഹോദരമായ സൗന്ദര്യ അനുഭൂതിയിൽ നിന്നുണ്ടാകുന്ന ആനന്ദത്തെ നമുക്ക് തരാനുള്ള വഴികള് അദ്ദേഹം പ്രസ്പഷ്ടമായിട്ട് അവിടെയൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്നത് പോലെ വരച്ചു വെച്ചിരിക്കുന്നു വാക്കുകളെ കൊണ്ട്, അത്ഭുതകരമായിട്ടുള്ള വാക്കുകളെ കൊണ്ട്. ഭഗവതിയെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതെന്ന് തുടങ്ങി പോയാൽ അവിടെ വർണ്ണിക്കപ്പെടുന്നത് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഭഗവതിയുടെ സൗന്ദര്യം തന്നെയാണ്. ആ സൗന്ദര്യം വിശ്വോത്തരമാണ്, അല്ലെ? അതുപോലെ വേറൊരു സൗന്ദര്യം ഇല്ല. സൗന്ദര്യം അന്വേഷിച്ച് നമ്മൾ പ്രകൃതിയിലെ പലതിടത്തും കാണാൻ പോകുന്നു, പലതും കാണുന്നു. അതിലൊക്കെ കാണുന്നത് ചെറിയ ചെറിയ സൗന്ദര്യത്തിന്റെ അംശങ്ങളാണ്. സൗന്ദര്യത്തിന്റെ സമഗ്രത എവിടെയാണ് കണ്ടത്? അത് ഈശ്വരനിലാണ് കണ്ടത്. അതുകൊണ്ട് ആചാര്യസ്വാമികളെല്ലാം മറന്ന് തുതീയം സൗന്ദര്യം തുഹിനഗിരികന്യേ തുലയിതും കവീന്ദ്രാ കൽപ്പന്തേ എന്ന് ദേവിയെ കുറിച്ച് പറഞ്ഞു. തനോതു ക്ഷേമം നസ്തവ വദന സൗന്ദര്യ ലഹരി പരീവാഹ സ്രോതസരണിരിവ സീമന്തസരണി വഹന്തി സിന്ദൂരം പ്രബല കബരീഭാരതിമിരത്യുഷാം വൃന്ദയ്യ ബന്ധീകൃതമിവ നവീനാർക്ക കിരണം എന്ന് പ്രത്യംഗങ്ങൾ വർണ്ണിക്കുമ്പോൾ അവിടെ സൗന്ദര്യം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. പരീവാഹാണ്. അപ്പൊ നിറഞ്ഞ് കവിഞ്ഞാൽ പിന്നെ ഒഴുകുകയാണ്. ആ ഒഴുകലാണ്, ആ സൗന്ദര്യത്തിന്റെ പ്രവാഹമാണ് സൗന്ദര്യ ലഹരിയായിട്ട് ആചാര്യസ്വാമികള് നമ്മുടെ മുൻപിൽ സമർപ്പിക്കുന്നത്. ഇങ്ങനെ സൗന്ദര്യം അത് സാക്ഷാത് പരബ്രഹ്മത്തിന്റെ ഭാഗമാണ്. സത്യവും ശിവവും സുന്ദരവുമാണ് സാക്ഷാത് പരബ്രഹ്മം. ആ പരബ്രഹ്മത്തിന്റെ, പരമാത്മാവിന്റെ, പരമേശ്വരന്റെ, സർവേശ്വരന്റെ സൗന്ദര്യാതിരേകം നമ്മുടെ മുൻപില് വളരെ സമർത്ഥമായിട്ട് അതിമനോഹരങ്ങളായ പദങ്ങളിലൂടെ വരച്ചു വയ്ക്കുക. അത് വായിക്കുമ്പോൾ അത് വെച്ചുകൊണ്ട് ചിത്രം വരയ്ക്കാം, ഇനിയും കവിത എഴുതാം, അത് നൃത്തമായിട്ട് ആവിഷ്കരിക്കാം. അവിടെ എല്ലാ രസവും ഉണ്ട്. ദേവിയുടെ ചരിത്രം പറയുമ്പോൾ അവിടെ എല്ലാ രസങ്ങളും, എല്ലാ ഭാവങ്ങളും, എല്ലാ ഭാവങ്ങളും വന്നു ചേരുന്നു സ്വാഭാവികമായിട്ട്. അവിടെ സമഗ്രതയുണ്ട്. നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളില്, നമ്മുടെ കൂടെ ജീവിക്കുന്ന കൂടെയുള്ള വസ്തുക്കളില് അപൂർണമായ സൗന്ദര്യമാണ് ഉള്ളതെങ്കിൽ അവിടെ പൂർണ്ണമായ സൗന്ദര്യമാണ്. അവിടെ എല്ലാ
രസങ്ങളും എല്ലാ ഭാവങ്ങളും ഒത്തൊരുമിച്ച് ശോഭിക്കുന്നുണ്ട്. അത് ഒരേ ആളില് ഒരേ തരത്തിൽ വരാം. അപ്പോ ആചാര്യസ്വാമികളെ വിസ്തരിക്കാൻ സമയമില്ല. ശിവേ ശൃംഗാരാർദ്ര തദിതരജനെ കുത്സനപര സരോഷാ ഗംഗായാം ഗിരിശചരിതേ വിസ്മയവതി ഹരാഹിഭ്യോ ഭീത സരസിരുഹ സൗഭാഗ്യജനനീ സഖീഷു സ്മേരാതേ മയി ജനനി ദൃഷ്ടി സകരുണ. അവിടെ ശൃംഗാരവും കരുണവും ഹാസ്യവും എല്ലാം വരാം. എല്ലാ രസങ്ങളും എല്ലാ ഭാവങ്ങളും എല്ലാ ഭാവങ്ങളും അവിടെ പ്രശോഭിക്കുന്നതായിട്ട് കാണാം. ഈ സൗന്ദര്യം ആവിഷ്കരിക്കുന്ന കലയും പരമമായ സൗന്ദര്യത്തെ പരമാത്മാവിനെ ആവിഷ്കരിക്കുന്ന ബോധ്യപ്പെടുത്തുന്ന ശാസ്ത്രങ്ങളും ഒരുപോലെ കരതലാമലകം പോലെ കണ്ട് നടന്ന ആ ലോക ഗുരുവിനെ അനുസ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ കലാവിദ്യകളും ശാസ്ത്രവിദ്യകളും ആത്യന്തികമായ അധ്യാത്മവിദ്യയും എല്ലാം കൈകോർത്തിണങ്ങുന്ന നമ്മുടെ ഈ പുണ്യഭൂമിയിൽ ജഗദ്ഗുരുവിനെ പോലുള്ള അനേകം ആചാര്യന്മാര് ജനിച്ച് അവരുടെ അനുഗ്രഹം ചൊരിഞ്ഞ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു സൗഭാഗ്യമാണ്. ഇത് ഭാരതത്തിന്റെ മാത്രം വൈഭവമാണ്, ഭാരതത്തിന്റെ പ്രത്യേകതയാണ്. ഇത് കർമ്മഭൂമിയാണ്, പുണ്യഭൂമിയാണ്, ധർമ്മഭൂമിയാണ്. ആ ധർമ്മത്തെ ഉയർത്തിപ്പിടിച്ച ആചാര്യന്മാരെ, കലാകാരന്മാരെ, ക്ഷേത്രങ്ങളെ, ക്ഷേത്രകലകളെ, വേദാദി ശാസ്ത്രങ്ങളെ എല്ലാം സശ്രദ്ധം വീക്ഷിക്കാനും പഠിക്കാനും നമുക്കൊക്കെ ഇനിയും അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഏതായാലും ഈ വൈശാഖ പുണ്യകാലത്ത് ഇങ്ങനൊരു സന്ദർഭം സൃഷ്ടിച്ചു എന്നുള്ളതിന് ഇതിൻ്റെ സംഘാടകര് എല്ലാ തരത്തിലുള്ള അഭിനന്ദനവും അർഹിക്കുന്നു. ഇത് സശ്രദ്ധം വീക്ഷിച്ച കേട്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷവും നന്ദിയും അറിയിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഈശ്വരാർപ്പണമായിട്ട് ഭഗവത് ചരണാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മാഷ്ടെ ഈ പ്രഭാഷണത്തില് നമ്മളെല്ലാവരും ഈ കഥകളും ഒക്കെ ആയിട്ട് മഹാഭാരതം എങ്ങനെ കണ്ടിരുന്നത്, ഈ മഹാഭാരതം വെറും കഥകളല്ല, അത് വേദേതിഹാസങ്ങളുടെ ഒരു ചിത്രം തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ആണെന്ന് മാഷ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതേപോലെ അതിൽ നിന്ന് കുറച്ചുകൂടി മുമ്പിലേക്ക് പോയിട്ട് ശങ്കരൻ ഒരു ചിത്രകാരൻ കൂടിയാണെന്നും മാഷ് പറഞ്ഞു വെച്ചു. അതിനാ വിഷ്ണു ഭുജംഗത്തിലത്തെ നിരീഹം നിരാകാരം എന്ന് തുടങ്ങിയിട്ട് എങ്ങനെയാണ് സാകാരമായി വന്നത് എന്നുള്ള രീതിയിൽ മാഷു പറഞ്ഞു. ഇതെല്ലാം ഈ ശങ്കരന്റെ കൃതികളിലെല്ലാം തന്നെ എല്ലാ രസങ്ങളും ഉണ്ട്, സമഗ്രതയും ഉണ്ട്. ഇത് ആസ്വാദ്യത വരുന്നതിന് ഉള്ള ഒരു മീഡിയം കൂടിയാണ് കേരളീയ ക്ഷേത്രകലകള്. അത് കൂത്തായും കൂടിയാട്ടമായും ചുമർചിത്രങ്ങളായും ഈവൻ ബിംബങ്ങളും എല്ലാം ഇതിന്റെ ബഹിസ്ഫുരണങ്ങളാണ് എന്ന് മാഷ് ഇവിടെ പറഞ്ഞു വെച്ചത് കേൾക്കുന്ന തന്നെ വളരെ സന്തോഷമുണ്ട്. അതേപോലെ വളരെ ഭാഗ്യവും ഈ വൈശാഖ മാസത്തെ കാലത്ത് മാഷിന്റെ ഈ വാക്കുകൾ കേൾക്കാനും കൂടി എന്ന് പറഞ്ഞു വെക്കുന്നു. വളരെ സന്തോഷം മാഷെ. സാറിന്റെ ക്ഷേത്ര കലകളും അദ്വൈതിയും എന്ന വിഷയത്തെ പറ്റി സംസാരിച്ചതൊക്കെ കേട്ടു. അദ്ദേഹത്തിന്റെ അറിവിന്റെ സ്ഫുരണങ്ങൾ കുറച്ചൊക്കെ നമുക്ക് പകർന്നു തന്നു. അദ്ദേഹം ഇത്രയൊന്നുമല്ല, ഇത്രയും സമയം കൊണ്ട് പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു തന്നു. ഇങ്ങനെ അദ്ദേഹത്തിന്റെ അറിവിന്റെ സ്ഫുരണങ്ങൾ അല്പമെങ്കിലും ലഭിക്കാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം. ഈ വെബിനാർ അറേഞ്ച് ചെയ്തതിന് TVSRCയോടും അന്തർജനസഭയോടുമുള്ള എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഇത്തരം അറിവിൻ്റെ നിറകുടങ്ങളായ നമ്മുടെ നാട്ടിലുള്ള മഹാന്മാരുടെ അറിവ് പകർന്നു തരാൻ ഇനിയും ഇതുപോലെ വെബിനാറുകൾ അറേഞ്ച് ചെയ്താൽ വളരെ സന്തോഷമായിരിക്കുമെന്ന് അറിയിക്കുന്നു. അത്രമാത്രം. എല്ലാവർക്കും നമസ്കാരം.
ജയ് ജയ് TVSRC. ഹരി ഓം, നമസ്തേ, ജയശങ്കര. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ്. ഈ വൈശാഖ പുണ്യമാസത്തില് ശങ്കരജയന്തിയൊക്കെ ആഘോഷിക്കുന്ന ഈ സമയത്ത് ശങ്കര ദർശനങ്ങളെ കുറിച്ചും അത് എനിക്ക് ഏറ്റവും കലകളെ കുറിച്ച് പറഞ്ഞതൊക്കെ ഹൃദ്യമായിരുന്നു. എങ്കിൽ തന്നെ മനസ്സിനെ പെട്ടെന്ന് ഹഠാകർഷിച്ചത് ഈ ഗുണാതീതനായ അവ്യക്തനായ നിരുപമമായ ആ സൗന്ദര്യമൂർത്തിയെ അതേ വിഷ്ണുഭുജംഗ പ്രയാതത്തിൽ തന്നെ സുനാസാപുടം സുന്ദര ഭ്രൂലലാടമെന്ന് തുടങ്ങി ഭഗവാന്റെ കേശാദിപാത വർണ്ണന നടത്തി. ആ ശങ്കര ഭഗവത്പാദര് ശരിയാണ്, വായു എല്ലായിടത്തും ഉണ്ട്, കരണ്ട് എല്ലായിടത്തും ഉണ്ട്. അതിനെ ഒരു കേന്ദ്രത്തിലേക്ക് ആവാഹിക്കുന്നതിനെ കുറിച്ചാണ് ആ കഥയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് കേട്ടപ്പോൾ. അതുപോലെ തന്നെ അതുകൊണ്ടാണല്ലോ അദ്ദേഹം ധാരാളം ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും അവിടൊക്കെ വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയും താന്ത്രിക വിധിപ്രകാരമുള്ള പൂജാ വിധാനങ്ങളൊക്കെ നിർദ്ദേശിക്കുകയും ചെയ്തത്. ശരിക്കും കലകളും ആ ക്ഷേത്ര സങ്കല്പവും ഒക്കെ എത്ര മഹത്തരമാണെന്ന് അങ്ങയുടെ പ്രഭാഷണത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത് കേൾക്കുന്നവർക്കും ഒക്കെ തന്നെ ക്ഷേത്രകലകൾ എന്താണ്, ക്ഷേത്രത്തിൽ ഏതുതരം കലകളാണ് നടത്തേണ്ടത്, എന്തൊക്കെ ആവരുത് എന്നുള്ളതും കൂടെ ഒരു വിചിന്തനത്തിനുള്ള ഒരു സമയം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് സംഘടിപ്പിച്ച സംഘാടകർക്കും വളരെ നല്ല ഒരു പ്രഭാഷണം കാഴ്ചവെച്ച് ഞങ്ങളെ പ്രബോധിതരാക്കിയ സാറിനും വളരെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം. ഇത്രയും നല്ല ശ്രദ്ധയുള്ള കുറെ ആളുകളുടെ കൂടെ കുറച്ച് സമയം സംവദിക്കാൻ ഒരു അവസരം ഉണ്ടായത് വലിയ സന്തോഷമായി. ഈ സംഘാടകര് TVSRCയുടെ ഭാരവാഹികൾ തീർച്ചയായിട്ടും അഭിനന്ദനവും നന്ദി അർഹിക്കുന്നു. ഈ വൈശാഖത്തില് ഇത്തരത്തിലുള്ള പരിപാടികൾ വീണ്ടും വീണ്ടും സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ. അത് എല്ലാവർക്കും പ്രയോജനപ്രദമാവട്ടെ. എല്ലാവർക്കും ജഗദ്ഗുരുവിൻ്റെയും സാക്ഷാൽ സർവേശ്വരൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സന്തോഷവും നന്ദി അറിയിക്കുന്നു. സമയപരിധിയുടെ ഉള്ളിൽ നിന്ന് കുറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അതിൻ്റെ വിസ്താരം ഓരോരുത്തരും ഓരോ ശ്രോതാവും സ്വയം കണ്ടെത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സൂചിപ്പിക്കുക മാത്രമേ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധിക്കുന്നുള്ളൂ എന്ന് ദയവായിട്ട് മനസ്സിലാക്കുക. ഇതെല്ലാം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സർവേ ഭവന്തു സുഖിനഃ എന്നുള്ള നമ്മുടെ സങ്കല്പം. ഇത് കേൾക്കുന്നവരോ കേൾക്കാത്തവരോ ഭാരതത്തിലുള്ളവരോ ഭാരതത്തിന് പുറത്ത് ഭാരതീയ ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്നവരോ അതൊന്നുമല്ലാത്ത പ്രാകൃതരായ ആളുകളുണ്ടെങ്കിൽ അവരും കൂടിയും നമ്മുടെ ഈ പദ്ധതിയിൽ വരാനും ഇത് മനസ്സിലാക്കാനും ഇടവരട്ടെ. ജഗദ്ഗുരുവിൻ്റെ അനുഗ്രഹം അവർക്കും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സന്തോഷവും നന്ദി. താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം TVSRC വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായി ശ്രീ ശങ്കര ദർശനം വെബിനാർ പരമ്പരയിൽ കേരളീയ ക്ഷേത്രകലകളും അദ്വൈതിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് വളരെ മനോഹരമായി നമുക്ക് ക്ലാസ് എടുത്തു തന്ന പണ്ഡിതരത്നം ഡോക്ടർ VK മാധവൻ സാറിന് അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായി ശ്രീ ഗോശാല ഹേമ ശിവപ്രസാദ് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല. കാരണം ഞാനിപ്പോൾ ഹൈദരാബാദിലാണ് ഉള്ളത്. ഇടയ്ക്ക് നെറ്റ്വർക്ക് കട്ടായി പോയിരുന്നു കുറച്ചു നേരം. ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹം ഉണ്ടോന്ന് എനിക്ക് ഉറപ്പില്ല. അധ്യക്ഷൻ ശ്രീ ഗോശാല ഹേമ ശിവപ്രസാദ്, ഈശ്വര പ്രാർത്ഥന ആലപിച്ച ശ്രീമതി വത്സല PC, സ്വാഗത പ്രാസംഗിക ശ്രീമതി രജിത ഹരി, പരിപാടികൾക്ക് ആശംസകൾ നേർന്ന ശ്രീമതി ഗിരിജ പ്രകാശ് അത്തിമൺ എന്നിവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം TVSRCയുടെ നെടുന്തൂണായ ഈ അന്തർജന സഭയ്ക്ക് എല്ലാ സഹായങ്ങളും നൽകുന്ന
പണിക്കം വത്സലർക്ക് എപ്പോഴും പറയാറുള്ള എടക്കഴിപ്പുറം ശ്രീരാമേട്ടനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത അന്തർജന സഭയ്ക്കും വിശിഷ്യ പണിക്കം വത്സലർത്തിക്കും ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ പരിപാടി ഓൺലൈനായിട്ട് പങ്കെടുത്ത് ഇത്രയധികം ശ്രദ്ധിച്ച് ഈ പരിപാടി ഒരു വിജയമാക്കി തീർത്ത എല്ലാ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ശുഭരാത്രി.